എല്ലാവർക്കും ഗാലറി വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ പിള്ള പറഞ്ഞത് കേട്ട് രാഘവൻ നായരങ്ങ് വിഷമിക്കുകയാണ്. അപ്പോൾ സത്യഭാമയോടുള്ള ദേഷ്യത്തില് ഈ അച്ഛനെയും പെങ്ങളെയും ഒക്കെ അവൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് വിഷമിച്ച് പിന്നെ രാഘവൻ നായർ ഇരിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ്. കുടുംബശ്രീ അല്ല, ഹൃദയശ്രീ. ശാരികയുടെ ഹൃദയശ്രീയിലേക്ക് പിന്നെ കുറുപ്പ് സാർ എത്തുകയാണ്. അന്നേരം ശാരി പാത്രങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഉച്ചയൂണൊക്കെ കഴിഞ്ഞു, ഇനി പൊയ്ക്കോട്ടെ, വൈകിട്ട് ചായ അല്ലേ എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം പൊയ്ക്കോളാൻ പറയുന്നുണ്ട്. ഈ സമയത്താണ് കുറുപ്പ് സാർ വരുന്നത്. അന്നേരം കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഊണൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ശാരിക്ക് കുറുപ്പ് സാർ വന്നത് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല, തീരെ ഇഷ്ടമായിട്ടില്ല. തുടർന്ന് എന്നാലൊരു ചായ ആവാന്ന് പറയുമ്പോൾ പാല് വന്നിട്ടില്ല, വൈകുന്നേരത്തെ പാല് വരൂ, അതിന് സമയമില്ല എന്ന് പറയുകയാണ്. ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്, കുറുപ്പ് സാറിനെ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ശാരിക അങ്ങനെ ഇവിടെ സംസാരിക്കുന്നത്. പക്ഷെ കുറുപ്പ് സാർ വിടാൻ ഭാവമില്ല. കുറുപ്പ് സാർ പറയുകയാണ് എങ്കിൽ പിന്നെ കട്ടനാവാമെന്ന്. അങ്ങനെ ശാരിക രാജിയോട് പറയുന്നുണ്ട് കട്ടൻ എടുക്കാനായിട്ട്. തുടർന്ന് ഞാനൊരു കാര്യം പറയാനാണ് വന്നതെന്നും പറഞ്ഞ് കുറുപ്പ് സാർ സംസാരിച്ചു തുടങ്ങിയാണ്. അന്നേരം കട്ടന് പകരം കാശ് മതി, ഉപദേശം വേണ്ടാന്നും പറഞ്ഞ് ഇഷ്ടമില്ലാത്ത രീതിയിൽ ശാരിക നിൽക്കുന്നുണ്ട്. തുടർന്ന് കുറുപ്പ് സാർ തൻ്റെ വിഷമങ്ങളാണ് പറയുന്നത്. വൈകുന്നേരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം, നാളെ ഞാൻ കാണണമെന്നില്ലല്ലോ, പറയാനുള്ളത് പറഞ്ഞിട്ട് പോകാനാണ് വന്നത്. ഹൃദയത്തിന് കുറെ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട്, മക്കളില്ലാത്തത് കൊണ്ട് ആരോടും ഒന്നും പറഞ്ഞിട്ട് പോകാനും ബാധ്യതയും ഒന്നുമില്ല. ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി പറയും ശാരദാമ്മയുടെ മക്കൾ നമ്മുടെയും മക്കളല്ലേ, അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ കാണാനാണ് ഞാൻ കൂടെ ഇവിടെ വരുന്നതെന്നൊക്കെ പറയുമ്പോൾ ആദ്യം ശാരികയ്ക്ക് വിഷമമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ പിന്നീട് ശാരിക ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. തുടർന്ന് പറയുന്നുണ്ട് രക്തബന്ധമില്ലെങ്കിലും സഹോദര ബന്ധം അങ്ങോട്ട് സ്ഥാപിക്കാനായിട്ട് സാധിക്കില്ല, ബാലേശൻ തന്നെ അകറ്റി നിർത്തണം എന്നാണ് അവിടെ കുറുപ്പ് സാറ് ശാരികയോട് പറയുന്നത്. അന്നേരം ശാരികയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ അതാണ് ഉദ്ദേശം, ബാലേട്ടനെ ഞാൻ വിശ്വസിക്കാൻ പാടില്ല, അകറ്റി നിർത്തണമല്ലേ, അതെന്തായാലും സാധ്യമല്ല എന്ന് പറഞ്ഞ് തട്ട് ശാലിനി നിൽക്കുകയാണ്. ഗൂഢാലോചന നടത്തുന്നവരോട് ഞങ്ങൾ തമ്മിൽ പിരിക്കാൻ പറ്റില്ല, സാറ് ചെന്നങ്ങ് പറഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞ് ശാരിക അങ്ങ് അഹങ്കാര ഭാവത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് കുറുപ്പ് സാർ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ ആ കട്ടനും കുടിച്ച് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ഒരു 20 രൂപ നോട്ടാ മേശപ്പുറത്ത് വയ്ക്കുന്നുണ്ട്. തുടർന്ന് സാറ് പോകാൻ ഒരുങ്ങുമ്പോൾ ബാക്കി എന്ന് പറഞ്ഞ് ശാരിക നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് കടം കിടന്നോട്ടെ എന്നിങ്ങനെ സങ്കടത്തോടെ ശാരികയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് കുറുപ്പ് സാർ അങ്ങ് പോകുന്നുണ്ട്. ഇതേസമയം രാജി അകത്തുനിന്ന് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. കുറുപ്പ് സാറ് പറഞ്ഞതിനോട് രാജി യോജിക്കുന്നുണ്ട്. പക്ഷേ രാജി ഇറങ്ങി വന്നിട്ട് കുറുപ്പ് സാറ് പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ എന്നെയും ബാലേട്ടനെയും തമ്മിൽ തെറ്റിക്കാനാണ്, അത് എന്തായാലും നടക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ സാറ് പറഞ്ഞതിൽ കാര്യമുണ്ടെന്നാണ് എനിക്കും തോന്നുന്നതെന്ന് രാജി പറയാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ശാരിക അതങ്ങോട്ട് സമ്മതിക്കില്ല. പാത്രം കൈ കഴിഞ്ഞില്ലേ എങ്കിൽ പിന്നെ പൊയ്ക്കോ എന്ന് പറഞ്ഞ് രാജിയോടും ദേഷ്യപ്പെടുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ആൻ്റപ്പൻ്റെ വീടാണ്. അവിടെ ആൻ്റപ്പനാണെങ്കിൽ ഹാളിലിരുന്ന് മദ്യപിക്കുകയാണ്, കൂടെ ഒരു കൂട്ടാളിയും ഇരിപ്പുണ്ട്. തുടർന്ന് സത്യഭാമയെ കുറിച്ചാണ് അവിടെ സംസാര വിഷയം. ഈ സത്യഭാമ എന്ത് കണ്ടിട്ടാണ് നിർധന യുവതികളുടെ വിവാഹം നടത്തുന്നു, ഇവർക്കിത് എന്തിൻ്റെ കേടാണ്, ആ പൈസ ഇനി ഇവർക്ക് കിട്ടാൻ പോണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ കൂട്ടാളി മദ്യമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആൻ്റപ്പൻ ഇരുന്നും കുടിക്കുകയാണ്. അന്നേരം ഈ കൂട്ടാളി ആ സഹായത്തിന് നിൽക്കുന്ന ആൾ ഒരു ഗുണ്ടയാണ്. പുള്ളി പറയുന്നുണ്ട് എന്നാലും മുതലാളി പിന്നെ ചതിച്ചു എന്നാണ് പറയുന്നതെന്ന്, സത്യഭാമയെ ചതിച്ചു എന്നാണ് പറയുന്നത്. ഒരു 50 നിർധന യുവതികളുടെ വിവാഹം നടത്തുന്നത് ഒരു ട്രസ്റ്റ് അല്ലേ, അവരും കൂടി ചേർന്നല്ലേ, അതൊക്കെ കഷ്ടമല്ലേ എന്നൊക്കെ ഇയാൾ സംസാരിക്കുകയാണ്. അന്നേരം എന്തോന്ന് അവന്മാരൊക്കെ അവിടെ പിന്നെ ഗൾഫിൽ കിടന്ന് ഉണ്ടാക്കുന്ന പൈസയല്ലേ, അതൊക്കെ ഇങ്ങനെ കടലിൽ പോകാനുള്ളത് തന്നെയാണ്. പിന്നെ അത്രയ്ക്ക് വിവാഹം മുട്ടി നിൽക്കുന്ന പെൺപിള്ളേരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരട്ടെ, എത്ര വേണമെങ്കിലും ഞാനങ്ങ് സ്വീകരിച്ചോളാം. ദേ ഇപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ ഒരുത്തി കിടപ്പുണ്ടല്ലോ, അവൾക്കാണെങ്കിൽ അവളുടെ ഭർത്താവിനേക്കാൾ സ്നേഹം എന്നോടാണ് എന്നൊക്കെ പറഞ്ഞ് ആൻ്റപ്പൻ അങ്ങ് മദ്യപിക്കുന്നുണ്ട്, അങ്ങ് വീമ്പിളക്കി സംസാരിക്കുകയാണ്. തുടർന്ന് പോകാൻ നേരവും ആൻ്റപ്പൻ തന്നെ ആ കൂട്ടാളിയോട് പറയുന്നുണ്ട് അവർക്കിപ്പോൾ സത്യഭാമയ്ക്കിപ്പോൾ ആരുണ്ട്, അവർക്ക് ഏർപ്പാടാക്കാനോ പലിശ മേടിക്കാനോ ആരുമില്ല. സത്യഭാമയുടെ അക്ഷയപാത്രത്തിൽ സ്വർണം കുമിഞ്ഞു കൂടുന്നത് ഞാൻ അന്നേ കണ്ടിരുന്നു. പക്ഷെ കൈവയ്ക്കാഞ്ഞത് അവരുടെ മകൻ വിഷ്ണുവിനെ പേടിച്ചിട്ട് തന്നെയാണ്. അവനൊരു ഗുണ്ടാ പോലീസ് തന്നെയാണ്. അവൻ്റെ ആണത്വവും പ്രൗഢിയും ആ മസിലും ഒക്കെ ഒരു വരവ് കാണേണ്ടത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അവനില്ലല്ലോ, അവരോട് പോയി പണി നോക്കാൻ പറയേ. പിന്നെ നിന്നെ പോലെയുള്ളവനെ പുല്ലും കാടിയൊക്കെ ഞാൻ തന്ന് പിന്നെ നോക്കുന്നത് എല്ലാവരെയും എതിർക്കാൻ വേണ്ടി തന്നെയാണ്. നീ വല്ലതും വേണമെങ്കിൽ എടുത്ത് കുടിച്ചിട്ട് പോയി കിടന്നുറങ്ങടാന്നൊക്കെ ഈ ഗുണ്ടയോട് പറഞ്ഞിട്ട് ഈ ആൻ്റപ്പനാണെങ്കിൽ അങ്ങ് സ്റ്റെപ്പ് കയറി മുകളിലത്തെ നിലയിലേക്ക് പോകുന്നുണ്ട്. ഇതിനിടയ്ക്കൊക്കെ വിഷ്ണു ഇങ്ങനെ ജീപ്പിൽ ഇങ്ങനെ ആൻ്റപ്പൻ്റെ വീട്ടിലേക്ക് വരുന്നത് കാണിക്കുന്നുണ്ട്. തുടർന്ന് ആൻ്റപ്പനങ്ങ് മുകളിലേക്കും പോകുന്നുണ്ട്. ഈ പറഞ്ഞ ഗുണ്ടയാണെങ്കിൽ അവിടെ ഇരുന്ന് മദ്യം ഒഴിച്ചു കുടിക്കുകയാണ്. ഈ സമയത്ത് വിഷ്ണു ആൻ്റപ്പൻ്റെ വീടാണോ ഗോഡൗൺ ആണെന്ന് തോന്നുന്നു എത്തുന്നുണ്ട്. തുടർന്ന് വഴിയിൽ ഒരു ഗുണ്ട വിഷ്ണുവിനെ തടയുകയാണ്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആൻ്റപ്പൻ മുതലാളി ഒന്ന് കാണണമെന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. ഈ വിഷ്ണുവിൻ്റെ ഈ സംസാരം അകത്ത് നിൽക്കുന്ന ഗുണ്ട കേൾക്കുകയാണ്. അയ്യോ സത്യഭാമയുടെ മകൻ വിഷ്ണു എന്നും പറഞ്ഞ് അയാളങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ആര് വന്നു എന്ന് പറയണമെന്നിങ്ങനെ പുറത്ത് വന്ന തടഞ്ഞ ആൾ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിനങ്ങ് ദേഷ്യം വരികയാണ്. നിന്റെ തന്തയില്ലേ പേപ്പെട്ടി സജ്ജി, അവന് മീൻ മാർക്കറ്റിലിട്ട്
തല്ലിയ വിഷ്ണു വന്നു എന്ന് പറയുക, മാറുടെ അങ്ങോട്ടൊന്നും പറഞ്ഞ് അവനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് വിഷ്ണു അകത്തേക്ക് കയറുകയാണ്. വിഷ്ണു അകത്തേക്ക് കയറുമ്പോൾ അകത്തു നിന്ന് ഗുണ്ട, ബാബു എന്നാണ് പുള്ളിയുടെ പേര്. എന്താ ബാബു, എന്നെ മറന്നോന്ന് ഇങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് ഓർമ്മയുണ്ട് എന്നിങ്ങനെ ബാബു പറയുകയാണ്. അതേസമയം വിഷ്ണുവിനെ തടഞ്ഞ വെളിയിൽ നിന്ന ആ ഗുണ്ടയാണെങ്കിൽ അകത്തോട്ട് കയറി ഇവൻ എന്നിങ്ങനെ പറയുമ്പോൾ ബാബു അവന്റെ ചെവിയിൽ പറയുകയാണ്, എല്ലൊടിയുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കും, മിണ്ടാതിരിക്കടാന്ന്. അന്നേരം വിഷ്ണു ഇങ്ങനെ ചുറ്റും നോക്കിയാണ്. എന്നിട്ട് ആൻ്റപ്പൻ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഉണ്ട് മുകളിൽ എന്നിങ്ങനെ വിറച്ച് ബാബു ഇങ്ങനെ മുകളിലേക്കൊക്കെ കൈ ചൂണ്ടുകയാണ്. തുടർന്ന് ആൻ്റപ്പ മുതലാളി ആൻ്റപ്പോ എന്നിങ്ങനെ നീട്ടി വിഷ്ണു അവിടെ എവിടെയൊക്കെ മുകളിലേക്ക് നോക്കി അങ്ങ് വിളിക്കുകയാണ്. അതേസമയം ആൻ്റപ്പനാണെങ്കിൽ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ആര് വന്നാലും എന്നെ വിളിക്കരുതെന്നല്ലേടാ പറഞ്ഞതെന്നും പറഞ്ഞു ഷർട്ടിന്റെ ബട്ടനൊക്കെ ഇട്ടുകൊണ്ട് ആൻ്റപ്പൻ താഴേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണുവിനെ കണ്ട് ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, വിഷ്ണു എന്ന് ചോദിക്കുമ്പോൾ അതെ വിഷ്ണു തന്നെ, ഇറങ്ങി വന്നാട്ടെ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. മുകളിൽ നിന്നുകൊണ്ട് തന്നെ ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട്, എന്താ വിഷ്ണു വിശേഷിച്ച്, പിന്നെ കായലരികത്ത് നടത്തുന്ന നിന്റെ റെസ്റ്റോറൻറ്റിന് ധനസഹായം വല്ലതുമാണെങ്കിൽ അക്കൗണ്ടിന്റെ ദാസപ്പനെ കണ്ടാൽ മതി എന്ന്. അന്നേരം വിഷ്ണു അങ്ങ് ആ സെറ്റിയിലേക്ക് കാലും ഏറ്റി വെച്ചിരിക്കുകയാണ്. അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ തന്നെയാണ് വന്നത്, പക്ഷെ ദാസപ്പനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, തൽക്കാലം മുതലാളി താഴേക്ക് ഇന്ന് ഇറങ്ങി വാന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ കാലും കയറ്റിയിരിക്കുമ്പോൾ എന്താ ഗുണ്ടായിസമാണോ എന്നിങ്ങനെ ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അതേ ഗുണ്ടായിസം തന്നെയാണ്, പിന്നെ മുതലാളി വരുമ്പോൾ ആ വീടിന്റെ ആധാരം കൂടി ഇനി എടുത്തോന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ബാബുവിനോട് പറയുകയാണ്, അവന് വേണ്ടത് നീ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുത്തേക്കെന്ന്. അന്നേരം ബാബുവിന് കുറച്ച് ധൈര്യമൊക്കെ വരികയാണ്. ബാബു കൈയും ചുരുട്ടിക്കൊണ്ട് വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ചാടി എഴുന്നേറ്റ് ഒറ്റ കാല് വെച്ച് ബാബുവിന്റെ നെഞ്ചത്തോട്ട് ചവിട്ടുകയാണ്. ചവിട്ടുകൊണ്ട് ബാബു ദേ തറയിൽ കിടക്കുന്നു. ഇത് കണ്ട് അടുത്ത ഗുണ്ട വരികയാണ് വിഷ്ണുവിനെ തല്ലാനായിട്ട്. അവനെ അടിച്ചൊതുക്കുകയാണ്. ഇത് കണ്ട് അയ്യോ എന്നും പറഞ്ഞ് ആകെ പേടിച്ച് ആൻ്റപ്പൻ നിൽക്കുകയാണ്. അവിടെ പൊരിഞ്ഞടി തന്നെയാണ്. ഈ ബാബുവും മറ്റേ ആളും ചാടി എഴുന്നേൽക്കുന്നു, വിഷ്ണുവിനെ അടിക്കാൻ ശ്രമിക്കുന്നു. വിഷ്ണു അങ്ങ് അടിച്ചിടുകയാണ്. എല്ലാത്തിനെയും മൂക്കൊക്കെ ഇടിക്കുന്നുണ്ട്, നടുവിനും എല്ലാത്തിനും കുഞ്ചിർത്തിയൊക്കെ ഒരു ഉഗ്രം ഫൈറ്റ് സീൻ തന്നെയാണ്. ഇത് മുകളിൽ നിന്ന് ആൻ്റപ്പൻ കാണുകയാണ്. ആൻ്റപ്പൻ അങ്ങ് പേടിച്ച് ഉയർക്കുന്നുണ്ട്, ഉമിനീര് വരെ കുടിച്ചിറക്കുകയാണ്. തുടർന്ന് രണ്ടിനെയും അടിച്ച് നിലം പരിശാക്കിയ ശേഷം വിഷ്ണു ആണെങ്കിൽ ആൻ്റപ്പൻ ആ മദ്യപിച്ചുകൊണ്ടിരുന്ന ടീപ്പോയിൽ ഗ്ലാസും ചിപ്സൊക്കെ ഉണ്ടായിരുന്നു. ആ ചിപ്സ് ഇങ്ങനെ എടുത്ത് വയലേക്ക് വെച്ചിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ എന്താ ആൻ്റപ്പ, ഞാൻ അങ്ങോട്ട് മുകളിലേക്ക് കയറി വരണോ അതോ നീ ഇങ്ങോട്ട് താഴെ ഇറങ്ങി വരണോ? ഞാൻ അങ്ങോട്ട് കയറി വന്നാൽ ഇത് ഇപ്പൊ നിന്റെ കിടപ്പറയിൽ കിടന്ന പെമ്പർനോത്തി ഉണ്ടല്ലോ, അവളെ വരെ ഉടുത്ത തുണി സഹിതം കുരിശുപള്ളിയിൽ കവലയിലേക്ക് ഞാനൊരു നടത്തം അങ്ങോട്ട് നടത്തിക്കും. അത് പിന്നെ ധ്യാനം കൂടാൻ പോയ നിന്റെ ഭാര്യ എൽസമ്മ ചേച്ചിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. പിന്നെ അവർ വന്ന കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആവും. എന്താ അത് വേണോന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻ്റപ്പൻ അങ്ങ് പേടിച്ച് വിയർത്ത് കുളിച്ചു നിൽക്കുകയാണ്. പിന്നെ എൽസമ്മ ചേച്ചി കരച്ചിലും ബഹളവും ഒക്കെ ആവും. അവർ പിന്നെ വീട്ടിൽ ചെല്ലും. പിന്നെ അവരുടെ അപ്പനാണെങ്കിൽ അടുത്ത ക്രിസ്മസിന് പോത്ത് വരട്ടുന്നതിനോടൊപ്പം നിന്നെയും കൂടി അങ്ങ് വരട്ടും. എന്താ ആൻ്റപ്പ നീ എന്ത് തീരുമാനിക്കുമെന്ന് ചോദിക്കുമ്പോൾ ആൻ്റപ്പൻ അങ്ങ് പേടിച്ചിരിക്കുകയാണ്. രക്ഷയില്ലാന്ന് മനസ്സിലായി. ഞാൻ താഴേക്ക് വരാമെന്ന് പറയുമ്പോൾ നിക്ക് ഒരു മിനിറ്റ് വരുമ്പോൾ ആ നേരത്തെ പറഞ്ഞ ആധാരം കൂടി എടുത്തോന്ന് പറയുമ്പോൾ ആധാരം എടുക്കാനായിട്ട് തിരിച്ചു കയറി പോവുകയാണ് ആൻ്റപ്പൻ. വിഷ്ണു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തറയിൽ കിടക്കുന്ന ബാബുവും മറ്റേ യക്ഷിയും എഴുന്നേൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അന്നേരം വിഷ്ണു ഇങ്ങനെ ചിപ്സൊക്കെ കടിച്ചുകൊണ്ട് എന്താടാ വേദന ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് ബാബു പറയുന്നുണ്ട്. അന്നേരം സാരമില്ല, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും, കുറച്ച് കഴിയുമ്പോൾ നിനക്കത് ശീലമായിക്കോളും എന്നും പറഞ്ഞ് കാലും കയറ്റി വെച്ച് വിഷ്ണു ഇങ്ങനെ കയ്യിൽ താളമൊക്കെ പിടിച്ചിരിക്കുകയാണ്. ആൻ്റപ്പൻ ആധാരവുമായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ അവിടെ ഇരുന്ന മദ്യക്കുപ്പിയൊക്കെ എടുത്തിട്ട് ഉഗ്ര സാധനമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് തുറന്ന് മണത്ത് നോക്കുകയാണ്. എന്നിട്ട് ഇഷ്യൂ ഒന്ന് മാറ്റിയിട്ട് അത് തറയിലേക്ക് അങ്ങ് ഒഴിച്ചു കളയുകയാണ്. അങ്ങനെ ആൻ്റപ്പൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നിനക്കറിയാമല്ലോ, പിന്നെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള വേലകളൊക്കെ നീ ചെയ്യുള്ളൂ. പിന്നെ നിന്റെ എല്ലിപ്പോൾ ഒടിയാത്തത് നിന്റെ പ്രായത്തെ ബഹുമാനിച്ചാണ്, അത് നീ ഓർത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുപ്പി തറയിൽ കിടക്കുന്ന മറ്റേ ബാബുവല്ല മറ്റേ കക്ഷി നേരെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അയാൾ തറയിൽ കിടന്ന് തന്നെ പിടിക്കുകയൊക്കെ ചെയ്യുകയാണ്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, നീ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ട് അത് തിരിച്ചു ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്, വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചോടാന്ന്. കൊടുത്ത കൈക്ക് അത് തിരിച്ചു വാങ്ങിക്കാനും അറിയാമടാ എന്നിങ്ങനെ വിഷ്ണു ഇരുന്ന് പറയുമ്പോൾ അതിന് വിഷ്ണു നീയും സത്യഭാമയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ, ഇപ്പോൾ ഒരു ബന്ധം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ എന്താ ആൻ്റപ്പ ഇത്, സിംഹക്കുട്ടി ഒന്ന് കാട് ചുറ്റാൻ ഇറങ്ങിയാൽ അത് കുറുക്കൻ്റെ കുട്ടിയാവോ, കാണുന്നവർക്കൊക്കെ മനസ്സിലാവുമല്ലോ അത് സിംഹക്കുട്ടി തന്നെയാണെന്ന്. ഇപ്പം അറിഞ്ഞില്ലെങ്കിൽ അറിയിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ ആൻ്റപ്പൻ പേടിച്ചിരിക്കുകയാണ്. ഭൂമിനീരൊക്കെ ഇങ്ങനെ കുടിച്ചിറക്കി വിറച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് വിഷ്ണു അങ്ങ് എഴുന്നേറ്റ് അടുത്തേക്ക് വരുമ്പോൾ ആൻ്റപ്പൻ ആകെ പേടിച്ച് നിൽക്കുകയാണ്.
ആൻ്റപ്പൻ അടുത്തേക്ക് ചെന്ന് വിഷ്ണു മുഖാമുഖം നിൽക്കുകയാണ്. പറയുന്നുണ്ട് സത്യഭാമയുടെ മകൻ തന്നെയാണ് ഈ വിഷ്ണു, ബ്ലേഡ് സത്യഭാമയുടെ മകൻ, മൂർച്ച കൂടും എന്നിങ്ങനെ കൈ ഇങ്ങനെ കഴുത്തിൽ വെച്ച് കാണിക്കുന്നുണ്ട്. അതേസമയം ആദ്യ എപ്പിസോഡൊക്കെ കാണിക്കുന്നുണ്ട്, വിഷ്ണു എല്ലാവരെയും അടിച്ചൊതുക്കുന്ന ആ സീനൊക്കെ കാണിക്കുന്നുണ്ട്. തുടർന്ന് ആധാരം എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ കൈ നീട്ടുമ്പോൾ ആൻ്റപ്പൻ വിറച്ച് വിഷ്ണുവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നീ ഇത് വെച്ച് എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ധൈര്യം സംഭരിച്ച് ചോദിക്കുമ്പോൾ വിഷ്ണു അങ്ങ് ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇതുകൊണ്ട് കടലാസ് പക്ഷി ഉണ്ടാക്കും, ചിലപ്പോൾ ഈ പെരുമഴ പെയ്യുമ്പോഴേ മിറ്റത്തെ കടലാസ് വഞ്ചി ഉണ്ടാക്കും, അതും അല്ല ഒന്നിനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തണുപ്പ് കൂടുമ്പോൾ ഇതങ്ങോട്ട് കത്തിച്ച് തീ കായും എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ആൻ്റപ്പൻ പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ആൻ്റപ്പന്റെ ഷർട്ടിന്റെ കോളൊന്ന് ഇങ്ങനെ പിടിച്ചിങ്ങനെ വിഷ്ണുവിന്റെ അടുത്തേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചതിച്ചും വഞ്ചിച്ചും ഒന്നുമല്ല സത്യഭാമ ഇതുവരെ പണം ഉണ്ടാക്കിയത്, അപ്പോൾ നേരായ മാർഗത്തിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പണം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടായ വേദന നിനക്ക് ഒരു പക്ഷെ മനസ്സിലാകില്ല, അത് ഞാൻ മനസ്സിലാക്കി തരാം എന്നിങ്ങനെയൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. പക്ഷെ നിനക്കത് മനസ്സിലാകാനായിട്ട് സാധ്യമില്ല, നേരും നെറിയുമെന്ന് നിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആൻ്റപ്പനെ പിടിച്ചങ്ങ് തള്ളുകയാണ്. ആ സെറ്റിയിലേക്ക് ചെന്ന് ആൻ്റപ്പൻ അങ്ങ് വീണിരിക്കുകയാണ്. അന്നേരം വിഷ്ണു അങ്ങോട്ട് ചെന്നിട്ട് ഒരു കാലെടുത്ത് സെറ്റിയിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തമ്മിൽ കാണാതിരിക്കാനായിട്ട് ദൈവം തമ്പുരാനോട് നീ പ്രാർത്ഥിച്ചോ, പക്ഷേ ഈ വിഷ്ണു ഉണ്ടെങ്കിൽ നേരും നെറിയും ഒക്കെ ഉണ്ടാവും, ഞാൻ നടത്തിയിരിക്കും, അതിനുള്ള അവതാരമാണ് ഈ വിഷ്ണു എന്നൊക്കെ പഞ്ച് ഡയലോഗൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവും കയ്യിലേക്ക് മടക്കി കുത്തിയിട്ട് ആധാരവുമായിട്ട് ഇറങ്ങുകയാണ്. തുടർന്ന് തറയിൽ കിടക്കുന്നവരോട് പോട്ടേടാ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വിഷ്ണു പോകുന്നത്. തുടർന്ന് ജീപ്പിൽ കയറി വിഷ്ണു പോകുന്നുണ്ട്. ഇതേസമയം ബാബു ആണെങ്കിൽ നിരങ്ങി ആൻ്റപ്പൻ മുതലാളി അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പോട്ടെ മുതലാളി, സാരമില്ല, ആധാരമല്ലേ പോയുള്ളൂ, മുതലാളിക്ക് തടിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ പോടവട്ടി 5 കോടിക്ക് പകരം പോയിരിക്കുന്നത് 50 കോടിയാണ്. വിഷ്ണു തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി സത്യഭാമയ്ക്ക് എതിരില്ല, ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ആകെ പേടിച്ച് ആൻ്റപ്പൻ നിൽക്കുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇനിയിപ്പോൾ ഈ ആധാരവുമായിട്ട് പോയിട്ട് വിഷ്ണു എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഇത്രയാണ്. ഓക്കെ, താങ്ക് യു.